അത് അമാവാസി രാത്രി സമയം. സത്പുരയുടെ കാലയായി അടർന്ന കാട്ടിലൂടെ ഒരു കാർ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു. അത് സൗരവാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അവൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അപ്പോഴാണ് അടുത്തുള്ള സീറ്റിൽ നിന്ന് അവന്റെ മൊബൈൽ റിംഗ് ആയത്. എന്താ രാഹുൽ, എനിക്ക് കുറച്ച് മനസമാധാനം തന്നുകൂടെ? ഞാൻ പറഞ്ഞില്ലേ ആ മാളിക എന്റെ സ്വന്തം പേരിലാകുന്നതും ഞാൻ നിന്റെ പണം തരാമെന്ന്. എടാ, പണം തരാമെന്ന് പറഞ്ഞ് 20 ദിവസമായി. ആ മാളിക ഇനി നിന്റെ പേരിൽ എന്നാകാനാ? നീ എന്റെ പണം എപ്പോൾ തരും? ഇതിലെത്ര താമസിക്കാനെന്ത്? എടാ, നീ കുറച്ചുനാൾ ക്ഷമിക്കേ. ഈ കോർട്ട് കാരണമാണ് ഇത്ര ലേറ്റ് ആകുന്നത്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ആ പണി കഴിയുന്നതും ഞാൻ പണം തരാം. ഞാൻ ഫോൺ വയ്ക്കുക. നീ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കണ്ട. സൗരവ് ആ കോള് കട്ട് ചെയ്തതും പെട്ടെന്ന് അവന്റെ കാറ് നിന്നുപോയി. അയ്യോ, ഈ കാറിന് എന്തു പറ്റി? ഷേ, പെട്ടെന്ന് എങ്ങനെയാ ഇത് നിന്നത്? പെട്രോൾ ഫുള്ളാണല്ലോ. അവൻ വീണ്ടും കാറ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് സ്റ്റാർട്ടായില്ല. മുന്നിൽ നോക്കിയതിനു ശേഷം അവൻ ഷോക്കായിപ്പോയി. അവൻ പേടിച്ച് വിറച്ചു. അവന്റെ കാർ നാടിന്റെ ഇടിഞ്ഞുപോയ പഴയ സ്ഥലത്ത് നിന്നുകൊണ്ടിരുന്നു. അയ്യോ, ഞാൻ ഈ സ്ഥലത്ത് എങ്ങനെ എത്തി? ഫോണിൽ സംസാരിച്ച് ഞാൻ അറിയാതെ ഇവിടെ വന്നതാണ്. സൗരവ് വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കാർ സ്റ്റാർട്ടായതേയില്ല. അവൻ വിറച്ചുകൊണ്ട് കാറിൽ നിന്ന് പുറത്തേക്ക് വന്നു. അയ്യോ, ഞാൻ എൻ്റെ മാളികയിലേക്കല്ലേ പോയത്. എന്നാൽ പെട്ടെന്ന് ഈ സ്ഥലത്തേക്ക് ഞാൻ എങ്ങനെ എത്തി? ഞാൻ മദ്യപിച്ചിട്ടുമില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ എന്താ നടക്കുന്നത്? അപ്പോഴാണ് സൗരവിന്റെ പുറകെ നിന്ന് ഒരു ഭയങ്കരമായ ശബ്ദം കേട്ടത്. അവൻ തിരിഞ്ഞു നോക്കിയതും അവന്റെ മുന്നിൽ ചുവപ്പ് സാരിയുടുത്തി ഒരു പ്രേതമുണ്ടായിരുന്നു. ആ പ്രേതത്തിന്റെ കണ്ണുകൾ ചുവപ്പ് തീ പോലെ കത്തിക്കൊണ്ടേയിരുന്നു. അവളുടെ കൈവിരലിലെ നഖങ്ങൾ കത്തിയെപ്പോലെ നീളമായി കൂർത്തതായിരുന്നു. ആ നഖങ്ങളിൽ നിന്ന് തുള്ളി തുള്ളിയായി രക്തം താഴെ വീണുകൊണ്ടേയിരുന്നു. ഇല്ല, ഇങ്ങനെ സംഭവിക്കില്ല. നീ വീണ്ടും തിരിച്ച് എങ്ങനെ വന്നു? ഞാൻ തിരിച്ചു വന്നു. പിന്നെ നിന്നോട് പകരം വീട്ടിയേ തീരൂ. വേണ്ട വേണ്ട വേണ്ട. സൗരവ് ഉറക്കി ബഹളം വെച്ച് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പ്രേതം അതിന്റെ ശക്തി ഉപയോഗിച്ച് അവനെ കാറ്റിൽ പറത്തി. അത് കഴിഞ്ഞ് പൊളിഞ്ഞുപോയ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. സൗരവ് ബഹളം വെച്ചു. അവൻ തറയിൽ വീണതും പ്രേതം അവന്റെ മുന്നിൽ വന്നു നിന്നു. ഒരു കൈകൊണ്ട് അവന്റെ കഴുത്ത് പിടിച്ച് മറ്റൊരു കൈയിലെ കൂർമ്മയ നഖം കൊണ്ട് അവന്റെ കണ്ണിൽ കുത്തി അവനെ അന്ധനാക്കി. പ്ലീസ്, എന്നെ കൊല്ലരുതേ. സൗരവ്, ഇത് നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ. പറ്റിക്കുന്നവനെ. പ്രേതം സൗരവിന്റെ കഴുത്ത് പിടിച്ച് പുറകിലോട്ട് തിരിച്ചോടിച്ചു. ഒരു നിമിഷത്തിൽ സൗരവിനെ കൊന്നു. ഞാൻ എന്റെ മരണത്തിനുള്ള പകരം വീട്ടാതെ പോകില്ല. അവനെയും ഇവിടേക്ക് കൊണ്ടുവന്ന് ഞാൻ കൊന്നുകളയും. പ്രേതം തിരിച്ചു വന്നു. ഇത് സംഭവിച്ച് 5 ദിവസമായി. രാഹുലും റോഷിനിയും ഒരു ബെഡിൽ കിടന്നുകൊണ്ടിരുന്നു. അപ്പോ പെട്ടെന്ന് ഒരു പ്രേതം അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്ന പോലെ അവന് തോന്നി. പ്രേതം ചിരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഞാൻ നിന്നെ കൊന്നുകളയും. എന്റെ മാളികയുടെ പൈസയിൽ നീ ജീവിക്കാൻ ആഗ്രഹിച്ചല്ലേ? പ്രേതം ഇങ്ങനെ പറഞ്ഞതും രാഹുൽ പേടിച്ച് വിറച്ചുകൊണ്ടിരുന്നു. അടുത്ത് ഉറങ്ങിക്കിടന്ന അവന്റെ ഭാര്യ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു. രാഹുൽ, എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? രാഹുൽ അവളോടൊന്നും പറഞ്ഞില്ല. അവന്റെ പേടി പുറത്തു കാണിക്കാതെ ഇങ്ങനെ പറഞ്ഞു. ഒന്നുമില്ല, ഞാൻ ഒരു ദുസ്വപ്നം കണ്ടതാ. നീ ഉറങ്ങ്. അങ്ങനെ പറഞ്ഞ് രാഹുൽ പുതപ്പ് പുതച്ച് കണ്ണും അടച്ച് ഉടനെ ഉറങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞ് റോഷിനി ഒരുപാട് വിഷമിച്ചു കൊണ്ടിരുന്നു. എന്തെന്നാൽ അന്നു മുതൽ രാഹുൽ എല്ലാ രാത്രിയും പേടിച്ച് ഇരുന്നു കൊണ്ടേയിരിക്കും. ഒരു ദിവസം രാഹുൽ പുതപ്പ് പുതച്ച് പേടിച്ച് വിറച്ചുകൊണ്ടേയിരുന്നു. അവൻ ഉറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. റോഷിനി തന്റെ ഭർത്താവിന്റെ അവസ്ഥ കണ്ട് പേടിച്ചു. ഞാൻ എന്റെ ഭർത്താവിനെ ഇത്ര പേടിച്ച് കണ്ടിട്ടേയില്ല.
തീർച്ചയായും അദ്ദേഹം എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. ഞാനത് കണ്ടുപിടിച്ചേ തീരൂ. രാഹുലിന്റെ സ്വപ്നത്തിൽ വീണ്ടും പ്രേതം വന്ന് ഇങ്ങനെ പറഞ്ഞു. രാഹുൽ, ആ പൊളിഞ്ഞ കെട്ടിടത്തിൽ എന്റെ മൃതദേഹമുണ്ട്. ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ചെന്ന് അതിന് അവസാന ചടങ്ങുകൾ ചെയ്യേ. അല്ലെങ്കിൽ സൗരവിനെ കൊന്നതുപോലെ നിന്നെയും കൊന്നുകളയും. രാഹുൽ എഴുന്നേറ്റ് അവന്റെ മുറിക്ക് പുറത്ത് പോയിക്കൊണ്ടിരുന്നു. റോഷിനി ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു കൊണ്ടിരുന്നു. അവളും ഉടനെ എഴുന്നേറ്റ് ഒന്നും മിണ്ടാതെ രാഹുലിന്റെ പുറകെ പോയിക്കൊണ്ടേയിരുന്നു. രാഹുൽ വീട്ടിൽ നിന്ന് പുറത്തു വന്ന് കാട്ടിലൂടെ പോയിക്കൊണ്ടിരുന്നു. റോഷിനിയും ഒന്നും മിണ്ടാതെ അവനെ പിന്തുടർന്നു കൊണ്ടിരുന്നു. രാഹുൽ പൊളിഞ്ഞ കെട്ടിടത്തിനടുത്ത് വന്നു നിന്നു. മമത, മമത, നീ എവിടെയാ? ഞാൻ നിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനാണ് ഇവിടെ വന്നത്. നിനക്ക് മുക്തി ലഭിക്കും. രാഹുൽ ഇങ്ങനെ പറഞ്ഞതും ആ കെട്ടിടത്തിൽ ബലമായി കാറ്റ് വീശാൻ തുടങ്ങി. ആ ശക്തിയായ കാറ്റ് രാഹുലിനെ പൊക്കിക്കൊണ്ട് ആ പൊളിഞ്ഞ പഴയ കെട്ടിടത്തിലേക്ക് വീശി. റോഷിനിയും ആ കെട്ടിടത്തിലേക്ക് വന്നു. അവളെ കണ്ട് രാഹുൽ ഷോക്കായി ഇങ്ങനെ പറഞ്ഞു. നീ എന്താ ഇവിടെ? ഇവിടെ ആപത്താണ്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പറയൂ, ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. സൗരവും ഞാനും ചെറുപ്പം മുതലേ സുഹൃത്തുക്കളാണ്. ഗ്രാമത്തിലെ പണക്കാരിയായ പെൺകുട്ടി മമത, അവൾ പ്രേതമായി മാറി. അവളുടെ പേരിൽ ഒരു വലിയ മാളികയുണ്ടായിരുന്നു. ഞാനും സൗരവും അവളെ പ്രണയവലയത്തിലാക്കി. അത് ഞങ്ങളുടെ പേരിൽ മാറ്റാൻ ചിന്തിച്ചു. സൗരവ് മമതയെ വിവാഹം കഴിച്ചു. എപ്പോൾ മമത മാളിക തന്റെ പേരിലാക്കുന്നോ അത് ഞങ്ങൾ പകുതിയായി മാറ്റി എടുക്കാമെന്ന് കരുതി. എന്നാൽ മമത വിവാഹത്തിന് ശേഷം സൗരവിന്റെ പേരിൽ എഴുതി വെക്കാൻ ഒരുങ്ങിയതേയില്ല. ഒരുപക്ഷെ പേരിലേക്ക് മാറ്റാൻ നിർബന്ധിച്ചാൽ അവൾക്ക് മനസ്സിലാകും അവൻ മാളികയ്ക്ക് വേണ്ടിയാണ് അവളെ വിവാഹം കഴിച്ചതെന്ന്. അതുകൊണ്ട് ഞാനും സൗരവും ഒരു പ്ലാൻ ഉണ്ടാക്കി, മമതയെ അങ്ങ് കൊന്നേക്കാമെന്ന്. ഒരു രാത്രി സൗരവ് മമതയെ ക്ലോറോഫോം കൊടുത്ത് ബോധം കെടുത്തിയിരുന്നു. പിന്നെ അവളെയും കൊണ്ട് പൊളിഞ്ഞുപോയ കെട്ടിടത്തിൽ വന്നു. പിന്നെ മമതയെ കൊന്ന് അതേ സ്ഥലത്ത് കുഴിച്ചിട്ടു. എന്നാൽ മരിച്ചിട്ടും മമത എങ്ങനെ തിരിച്ചു വന്നു എന്ന് എനിക്കറിയില്ല. അവൾ സൗരവിനെ കൊന്നു. ഇപ്പോൾ എന്നെയും കൊല്ലാൻ വരുന്നു. അപ്പോഴാണ് മുന്നിൽ രണ്ടുപേരും മമതയുടെ പ്രേതത്തിനെ കണ്ടത്. അവളെ കണ്ട് രണ്ടുപേരും പേടിച്ചു. ഞാൻ നിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാം. എന്നോട് ക്ഷമിക്കൂ. നിന്നെ ഇവിടെ വരുത്താൻ ഞാൻ നുണ പറഞ്ഞതാണ്. ഇപ്പൊ നിന്റെ മരണം ഉറപ്പാണ്. മമത രാഹുലിനെ പിടിച്ച് ചുമരിൽ എടുത്തടിച്ചു. ആ ചുമരിലുണ്ടായിരുന്ന പഴയ ഇരുമ്പ് കമ്പി രാഹുലിന്റെ നെഞ്ചിൽ കുത്തിക്കയറി. പിന്നെ രാഹുൽ ആ കമ്പിയിൽ തൂങ്ങിക്കിടന്നു. ഞാൻ പകരം വീട്ടി.